ഒരു പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു ഷോർട്സിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ എടുത്തത്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞു, സർജറി ഒക്കെ കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ അവർ ടാബ്ലറ്റ് കഴിക്കാതിരിക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരിക്കലും അല്ല. അവർക്കത് അത്യാവശ്യമാണെങ്കിൽ അവർ ടാബ്ലറ്റ് കഴിച്ച് ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ഇരിക്കാൻ നോക്കും. പക്ഷെ ഇവർ വന്ന് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതോ കഴിക്കാൻ പാടില്ല. ശരിയാണ്, ഒരുപാട് ടാബ്ലറ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല, കിഡ്നിയും അത് കഴിച്ചു പോകുമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ കഴിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കഴിച്ചേ മതിയാകൂ. എന്നാൽ മാത്രമേ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയിരിക്കുള്ളൂ, അവർ ഓക്കെ ആയിരിക്കുള്ളൂ, അവർ ജീവനോടെ ഇരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചേ മതിയാകുള്ളൂ. അതുപോലെ ഞാനായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് ആ പറഞ്ഞു കൊടുത്തവർ ആണ് ഈ സെയിം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവരുടെ ഹെൽത്തൊക്കെ നോക്കി ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഉപദേശിച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ചെയ്തത് കൊണ്ട് അച്ഛൻ അവർ പറയുന്നത് കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ കണ്ടീഷൻ അതിനേക്കാളും ഒത്തിരിയധികം മോശമാവുകയും ചെയ്തു. ടാബ്ലറ്റ് കഴിക്കാതെ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ഡാമേജ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്. ടാബ്ലറ്റ് കഴിക്കാതെ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിക്കാതിരുന്നിട്ടും കഴിച്ചിട്ടും തമ്മിൽ കഴിക്കാതിരുന്നിട്ട് കുറെ കൂടെ അതായത് ഹാർട്ട് ഫെയിലറായി, അത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷന് മോശമായി എന്നല്ലാതെ മറ്റൊരു ഉപയോഗവും കഴിക്കാതിരുന്നത് കൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാനൊരു നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ്. ഒരിക്കലും നമുക്ക് ഉപദേശിച്ച് തരുന്ന അതേ കാര്യമായിരിക്കില്ല അവരൊന്നും അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഉപദേശിക്കാൻ എളുപ്പമായിരിക്കും. അതിപ്പോൾ നമ്മുടെ ലൈഫിലായി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും, ആയാൽ പോലും അവരെ ഡൈവേഴ്സ് ചെയ്യുന്നതായി കഴിഞ്ഞാലും അവരുമായിട്ട് വീണ്ടും നമ്മൾ പാച്ചപ്പ് ആവുന്നതായി കഴിഞ്ഞാലും ചിലർ പറയും കളഞ്ഞിട്ട് പോട്ടെ കുഴപ്പമില്ല. പക്ഷെ അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവരത് ചെയ്യുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവരവരുടെ ജീവിതം വെച്ചിട്ട് ഒന്നും ചെയ്യത്തില്ല. അവരവരുടെ ജീവിതം വിട്ട് ഒരു കളി ഉണ്ടാകത്തില്ല. പക്ഷെ മറ്റുള്ളവരെ ഉപദേശിച്ച് കൊടുക്കുന്നത് ചിലപ്പം ഇത് അവർ പൊയ്ക്കോട്ടെ, അവരെ കളഞ്ഞിട്ട് പൊയ്ക്കോട്ടെ, നിങ്ങൾ എങ്ങനെയായിട്ട് ജീവിക്കുക, അല്ല അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജീവിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. അതേസമയം സ്വയം ആണ് അവരുടെ ലൈഫിലാണ് അങ്ങനെ ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ പല പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതിപ്പോ ഏത് ഏജിലുള്ള, നമ്മളെക്കാളും ഏജ് കൂടിയവരായാലും ഏജ് കുറഞ്ഞവരായാലും ഉപദേശം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒത്തിരിയധികം ആലോചിച്ച് നല്ലത് മാത്രം എടുക്കുക, അല്ലാത്തത് നിങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.